ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഷുട്ടു ആൻഡ് മമ്മ. അപ്പോൾ ഇന്ന് ഞാനൊരു വലിയ ഹോൾ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വലുതെന്ന് പറയാൻ കാരണം ഞാൻ കുറച്ചധികം സാധനങ്ങൾ ഇപ്രാവശ്യം ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ഹോൾ വീഡിയോ ചെയ്യാന്നുള്ളത്. ഇന്ന് ഞാൻ എന്തായാലും വാങ്ങിച്ച സാധനങ്ങളെല്ലാം കൂടി എനിക്ക് ഒരു വീഡിയോയിൽ കൊള്ളും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ രണ്ട് കാറ്റഗറി ആക്കിയിട്ട് രണ്ട് വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഞാൻ ഒബ്സേസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ചിക്കൻ കാരി കുർത്താസ് എന്ന് പറയുന്നത്. അത് എന്താ പറയുക, ഒറിജിനലിനൊക്കെ അറൗണ്ട് ഒരു 3000-4000 ഒക്കെ റേഞ്ച് വരുന്നുണ്ട്. ആ ഒരു സോഫ്റ്റ് ആൻഡ് സിൽക്ക് ആയിട്ടുള്ള ആ ഒരു മെറ്റീരിയലിനൊക്കെ. പക്ഷെ ഞാൻ അത്രയും ഹൈസ്റ്റ് റേഞ്ചിലേക്ക് പോയില്ല. ഞാൻ പൊതുവേ അത്രയൊരു ഹൈ എൻഡ് ഡ്രസ്സസ് വാങ്ങിക്കുന്നത് ഭയങ്കര കുറവാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആമസോണിൽ തപ്പി കുറച്ച് ചിക്കൻ കാരി കുർത്താസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര അഫോർഡബിൾ റേഞ്ചിൽ, എന്തായാലും ഒരു ബിലോ എന്താ പറയുക 800 ഒക്കെ താഴെ വരുന്ന കുറച്ച് ഒരു 4 കുർത്തീസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം. ഭയങ്കര ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു 4 കുർത്താസാണ്. കുർത്തീസ് മാത്രമേ ഉള്ളൂ, സെറ്റ് അല്ല, പാൻസ് വരുന്നില്ല അതിൻ്റെ കൂടെ. അതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള പാൻസ് വെച്ചിട്ട് ഞാൻ പെയർ ചെയ്ത് കാണിച്ചു തരാം. നല്ല ഓഫീസിൽ പോകുമ്പോഴാണെങ്കിലും പിന്നെ നമുക്ക് കോളേജിൽ പോകുമ്പോഴാണെങ്കിലും നോർമൽ ഒരു കാഷ്വൽ വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി സംഭവമാണ്. അപ്പോൾ അതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. എന്തായാലും എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ആദ്യത്തെ കുർത്ത എന്ന് പറയുന്നത് വേറെ ഏതുമല്ല, ഇപ്പം ഞാൻ വേറെ ചെയ്തിട്ടുള്ള ഈ ഒരു ഗ്രേ പിങ്ക് ഫുൾ ഒരു ഫ്ലോറൽ പ്രിന്റ് വരുന്ന ഈ ഒരു ഡ്രസ്സാണ്. ഈ ഡ്രസ്സാണ് ഞാൻ ഫസ്റ്റ് തന്നെ അൺബോക്സ് ചെയ്തിട്ടുള്ളത്. ഇത് ഭയങ്കര ഒരു സോഫ്റ്റ് മെറ്റീരിയലാണ്. നമുക്ക് ഫുള്ളി ഒരു കോട്ടൺ എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ റയോണും അല്ല, ഒരു കൈൻഡ് ഓഫ് ഒരു പൊളിസ്റ്റർ റയോൺ കോട്ടൺ മിക്സ് ആയിട്ടുള്ള ഒരുപോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ചുരുങ്ങി പോകുന്നില്ല. ഇവിടെ ഫുള്ള് നമ്മുടെ ചിക്കൻ കാരി വർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ സ്ലിറ്റിന്റെ ഈ ഒരു സൈഡ് പോർഷനിൽ ഫുള്ളായിട്ട് എല്ലാം ഓപ്പൺ സ്ലിറ്റ് ആയിട്ടുള്ള ഡ്രസ്സസ് ആട്ടോ, കുർത്താസ് ആണ്. അപ്പോൾ അതിൻ്റെ സൈഡിലും ഒരു ബോർഡർ ഒക്കെ ആയിട്ട് ഫുള്ളായിട്ട് വരുന്നുണ്ട്. ഞാൻ എന്തായാലും ഇട്ട് ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ എന്തായാലും സൈഡിൽ കാണിക്കാം. പിന്നെ എന്താ, നല്ല ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന് പാൻസ് ഇല്ല. പാൻറ് നമ്മൾ ഏതെങ്കിലുമൊക്കെ വെയർ ചെയ്യേണ്ടി വരും. ഇതിന് പിങ്ക് ഓക്കെയാണ്, ഗ്രേ ഓക്കെയാണ്. ഞാനിപ്പോൾ പെയർ ചെയ്തിട്ടുള്ളത് എൻ്റെ കയ്യിലുള്ള ഒരു വൈറ്റ് ലെഗിൻ വെച്ചിട്ടാണ്. പക്ഷെ ലെഗിനേക്കാളും കുറച്ചും കൂടെ നമ്മളൊരു കോട്ടൺ പെൻസിൽ പാൻറ് ഉണ്ടല്ലോ, സ്ട്രെയിറ്റ് പാൻസ്, അതാണ് കുറച്ചും കൂടി നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതാകുമ്പോൾ കുറച്ചും കൂടെ നമുക്കൊരു എത്തനിക് ഫീല് ഫുള്ളായിട്ട് കിട്ടും. ഇപ്പം ലെഗിൻസ് ഒക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആണല്ലോ. പക്ഷെ എൻ്റെ കയ്യിൽ വേറെ ലെഗിൻസ് ഇല്ല. അതുകൊണ്ട് ഞാൻ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത്, ഇനിയിപ്പോൾ എന്തായാലും ഞാനിത് ഓക്കെ ആണോ അല്ലയോ എന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ഓക്കെ ആണെങ്കിൽ പാൻസ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇനിയിപ്പോൾ എന്തായാലും പാൻറ്റും കൂടെ വാങ്ങിക്കണം. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫസ്റ്റ് ഒരു കുർത്ത എന്ന് പറയുന്നത്. ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഭയങ്കര കംഫർട്ടബിൾ എന്ന് വെച്ചാൽ നമുക്ക് ഏതൊരു എന്താ പറയുക, ഏതൊരു ഇപ്പോൾ സമ്മർ ആണെങ്കിലും റെയിനി ആണെങ്കിലും ഏതൊരു സീസണിലും നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. തണുപ്പ് പിന്നെ നമുക്കിവിടെ കോട്ടൊന്നും ഇട്ട് നടക്കാൻ മാത്രമുള്ള തണുപ്പൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അത് വിടാം. നമുക്ക് മഴയാണെങ്കിലും വെയിലാണെങ്കിലും എങ്ങനെ വേണമെങ്കിലും വിട്ട് നടക്കാൻ പറ്റുന്ന ഒരു നല്ല ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ്. ഞാൻ ഇപ്പം ഇത് വാങ്ങിക്കാൻ എന്താ കാരണം വെച്ചാൽ എൻ്റെ അടുത്ത് ഞാൻ നേരത്തെ മുന്നേയുള്ള വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അടുത്ത് ഇങ്ങനത്തെ കൈൻഡ് ഓഫ് സംഭവങ്ങൾ ഭയങ്കര കുറവാണ്. ഇല്ല എന്ന് തന്നെ പറയാം. വിരലിൽ എണ്ണാവുന്ന ഒരു 3 കുർത്തീസോ അങ്ങനെ എങ്ങാണ്ട് എൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ എനിക്കിപ്പം എവിടെയെങ്കിലും പെട്ടെന്ന് പുറത്ത് പോകാനോ അല്ലെങ്കിൽ ഇപ്പം അമ്പലത്തിൽ പോകുമ്പോഴാണെങ്കിലും ഇടാനുള്ള സംഭവങ്ങൾ എൻ്റെ കയ്യിൽ കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ചിക്കൻ കാരീസ് ഞാൻ കുറേ ആയിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പ്രിന്റ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു സോഫ്റ്റ് കൈൻഡ് ഓഫ് ആ ചിക്കൻ കറി ഇല്ല, ഇങ്ങനെ നമുക്ക് ദേഹത്തിന് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന പോലത്തെ ആ ഒരു തുണി. അത് വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അത് ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട് അത്ര അങ്ങോട്ട് എക്സ്പെൻസീവിൽ പോകാനും താല്പര്യമില്ല. അതാണ് ഞാനിപ്പം വാങ്ങിക്കാത്തത്. പിന്നെ ഞാൻ എപ്പോഴെങ്കിലും മേ ബി വാങ്ങിക്കുമായിരിക്കും. ഇതാണ് എൻ്റെ ഒരു ഫസ്റ്റ് കുർത്ത എന്ന് പറയുന്നത് ഞാൻ ഇട്ടിട്ടുള്ളത്. പിന്നെ നമുക്ക് സെക്കൻഡ് വൺ നോക്കിയാലോ. അപ്പോൾ സെക്കൻഡ് വൺ വന്നിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതുപോലെ തന്നെ ഒരു ഫ്ലോറൽ പ്രിന്റ് ഉള്ളതാണ്. പക്ഷെ കളർ മാറ്റമാണ്, പാറ്റേണും മാറ്റമാണ്. ഒരു ഡാർക്ക് ബ്ലൂ, നേവി ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല, ഒരു നോർമൽ കൈൻഡ് ഓഫ് ബ്ലൂ പ്രിന്റ് വരുന്ന ഒരു ഡ്രസ്സാണ്. കുർത്തയാണ്. എപ്പോഴും ഞാൻ ഡ്രസ്സ്. പിന്നെ ഇതിൻ്റെ ഒരു സംഭവം ഞാൻ പറയട്ടെ, ഞാൻ എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് മീഡിയം സൈസാണ്. പക്ഷെ ഇത് എനിക്ക് കുറച്ച് ലൂസാണ്. ആക്ച്വലി മീഡിയം ആണെങ്കിലും എനിക്ക് ലൂസാണ്. പിന്നെ ഇത്രയും മെലിഞ്ഞോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അവിടെ എന്തായാലും ഞാൻ റിട്ടേൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ കുറച്ചും ഞാനൊക്കെ തടിച്ചാൽ പിന്നെ എനിക്ക് ഇടാൻ പറ്റും തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ സ്മോളിലേക്ക് എന്തായാലും പോകുന്നില്ല. ഞാൻ ഇതൊന്ന് ഷേപ്പ് ചെയ്ത് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ആൻഡ് അടുത്ത വന്നിട്ട് നമ്മുടെ ഈ ഒരു
ബ്യൂട്ടിഫുൾ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഇപ്പോഴാണ് തുറന്നു നോക്കുന്നത്, ബട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ ഇതിൻ്റെ തുണി ഈസ് നൈസ്, നല്ല തുണിയാണ്. പക്ഷെ കുറച്ചും കൂടെ ഞാൻ പ്രതീക്ഷിച്ച അത്ര ഒരു കളർ എനിക്ക് തോന്നുന്നില്ല. കുറച്ചൊരു ഫീഡഡ് കളറായ പോലെ തോന്നുന്നു. ബട്ട് ഇറ്റ്സ് ഓക്കെ. നരച്ചു പോകുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഒറ്റ വാഷിൽ. പക്ഷെ ഈ തുണി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഉദ്ദേശിക്കുന്ന ടൈപ്പ് ഓഫ് ആ ഒരു റയോൺ മെറ്റീരിയൽ പോലത്തെ ഒരു തുണിയാണ് വരുന്നത്. ക്ലോത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആൻഡ് ഇനിയിപ്പോൾ ഞാൻ വേറെ രീതിയിൽ എന്തായാലും സൈഡിൽ കാണിക്കാം കേട്ടോ. ഇതിനും കഴുത്തിന് ഫുൾ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു കുർത്ത. ആൻഡ് ഈ തുണി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. തുണിന്ന് ഞാൻ പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല. ക്ലോത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വേറെ പ്രിന്റോ കാര്യമോ ഒന്നും വരുന്നില്ല കേട്ടോ. സൈഡ് സ്ലിറ്റ് ഒന്നും വരുന്നില്ല. സൈഡിൽ സ്ലിറ്റിന് വർക്കൊന്നും വരുന്നില്ല. പിന്നെ വരുന്നത് ഈ ഒരു ബോട്ടം വർക്കാണ്. താഴെ ആ ഒരു ബോർഡറിൻ്റെ അടുത്തും പിന്നെ ആ നടുക്കിൽ വരുന്ന ആ ഒരു വർക്കുമാണ് പിന്നെ കാണുന്നത്. ബട്ട് ഇറ്റ്സ് നൈസ് ആക്ച്വലി. നമ്മുടെ സ്ലീവിൻ്റെ അടുത്തും ഈ ഒരു വർക്ക് വരുന്നുണ്ട്. ഞാൻ എല്ലാം ഒരു 3/4 സ്ലീവാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് കുർത്താസ് അങ്ങനെ ഫുൾ സ്ലീവ് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തില്ല. ഹാഫ് സ്ലീവും ഞാൻ അങ്ങനെ ഇടാറില്ല. ഒന്നുകിൽ 3/4 അല്ലെങ്കിൽ സ്ലീവ്ലെസ്. അത് രണ്ടുമാണ് ഞാൻ ഇപ്പോൾ കറന്റ്ലി യൂസ് ചെയ്യാറ്. കറന്റ്ലി എന്നല്ല, മുന്നേയും അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. സ്ലീവ്ലെസ് അധികം ഇടില്ലെങ്കിലും 3/4 കൈയാണ് അധികവും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് എനിക്ക് ഇഷ്ടവും, കൂടുതൽ കംഫർട്ടബിൾ ആൻഡ് കുറച്ചും കൂടി ഭംഗി തോന്നിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന് സ്ലിറ്റിന് കൈയിൻ്റെ ബോർഡറും ചെറുതായിട്ട് വരുന്നുണ്ട്. സെയിം ചിക്കൻ കാരി വർക്ക് തന്നെ. ഇതെല്ലാം ത്രെഡ് വർക്കാണ്. ഹാൻഡ് മെയ്ഡ് വർക്കാണോ മെഷീൻ വർക്കാണോ എന്ന് എനിക്ക് തിരിച്ചറിയാനുള്ള അത്ര വലിയ ജ്ഞാനമൊന്നും എനിക്കില്ല. അതുകൊണ്ട് അതെനിക്ക് അറിഞ്ഞൂടാ. അപ്പം എന്തായാലും നല്ല രസമുള്ള ഒരു വർക്കും നല്ല കളറും. പക്ഷെ കളറിൻ്റെ കാര്യത്തിൽ എനിക്ക് എന്തോ ചെറിയൊരു, നിങ്ങൾക്ക് ഞാൻ കണ്ണാടിയിൽ ക്യാമറയിൽ കാണുമ്പോൾ അത് കുറച്ചും കൂടെ ഡാർക്കായിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. പക്ഷെ എനിക്കൊരു കുറച്ചൊരു ഫെയ്ഡഡ് ബ്ലൂ പോലെ തോന്നുന്നു. ചെറിയതായിട്ട് നമുക്ക് നര തോന്നുന്നു പറയില്ലേ, അങ്ങനെയുണ്ട്. എന്തായാലും ഞാൻ ഇട്ടിട്ടൊന്ന് നോക്കട്ടെ. മേ ബി ഇനിയും നരച്ചു പോകുമെന്ന് എനിക്ക്. ബട്ട് ഇതിന് ചെറിയൊരു ഫോൾട്ട് ഉണ്ട് കേട്ടോ. മേ ബി ഇറ്റ്സ് വിൽ റിട്ടേൺ. ഇതിൻ്റെ ഫ്രണ്ടിൽ നല്ല കളറുണ്ട്. ആൻഡ് സോറി, നല്ല കളറില്ല, ബാക്കിൽ നല്ല കളറുണ്ട്. ഇത് എക്സാക്ട് കളറാണ്. ഇവിടെ വരുമ്പോൾ കുറച്ചൊരു മങ്ങിയ ബ്ലൂ ആണ്. എന്താണെന്ന് എനിക്കറിയില്ല, ഒന്നും കൂടെ ചെക്ക് ചെയ്യണം എന്തായാലും. ബട്ട് ഇതിൻ്റെ ക്ലോത്ത് വൈസ് ഒരു രക്ഷയില്ല. നല്ല ക്ലോത്താണ്, അടിപൊളി സാധനമാണ്. എന്തായാലും നമുക്ക് ഇട്ട് നോക്കിയിട്ടൊന്ന് ട്രൈ ഔട്ട് ചെയ്തിട്ടൊക്കെ നോക്കിയിട്ട് ഞാൻ ചെയ്യാം. എന്ന് വെച്ചാൽ ഇതെനിക്ക് ആ ഒരു കളർ ഫേഡ്നെസ് കുറച്ചൊരു മിസ്മാച്ച്ഡ് ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം ബാക്കിൽ നല്ല കളറുണ്ട് ആ ഒരു ക്ലോത്ത് വരുന്നത്. പക്ഷെ ഫ്രണ്ടിൽ എന്താണ് അപ്പോൾ പറ്റിയത്? ഓക്കെ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സെക്കൻഡ് വൺ എന്ന് പറയുന്നത്. ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഈ കളർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. എൻ്റെ ഫേവറേറ്റ് കളർ ഏതാണെന്ന് ചോദിച്ചോ, സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര കറണ്ട് ഫേവറേറ്റ് കളർ എന്ന് പറയാനില്ല. ആക്ച്വലി സ്പീക്കിംഗ്, എനിക്ക് ഞാൻ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടത് ഞാൻ വാങ്ങിക്കും. ഞാൻ കൂടുതലും ഞാനൊരു ഡാർക്ക് കളേഴ്സിൻ്റെ ഒബ്സസ്ഡ് ആണ് കുറച്ച്. എന്ന് വെച്ചാൽ എനിക്ക് ലൈറ്റ് കളേഴ്സ് എനിക്ക് സ്വന്തം ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, എനിക്ക് പേസ്റ്റൽ കളേഴ്സ് എല്ലാം ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് സ്വന്തം നമ്മൾ വെയർ ചെയ്യുമ്പം രസം ഉണ്ടാവുമോ എന്നുള്ളൊരു ഡൗട്ട് വരുന്നു. അപ്പം ഞാൻ ലൈറ്റ് കളേഴ്സ് ഇടുമ്പം എപ്പോഴും ഞാൻ കുറച്ചും കൂടി ഡള്ളായതുപോലെ എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. എനിക്ക് ഫീൽ ആയത് മാത്രമല്ല, ഞാൻ ഓപ്പോസിറ്റ് നമ്മൾ കാണുമ്പോൾ ആൾക്കാർ പറയുമല്ലോ ഈ കളർ ഇട്ടിട്ട് ഭംഗിയില്ല, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ആളാണ് ഞാൻ. എനിക്ക് ലൈറ്റ് കളേഴ്സ് അത്ര അങ്ങോട്ട് സൂട്ടാവുന്നുണ്ടെന്ന് ആരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പം ഡാർക്ക് കളേഴ്സാണ് കുറച്ചും കൂടി എൻ്റെ ഒരു സ്കിൻ ടോണിനും എൻ്റെ ആ ഒരു അപ്പിയറൻസിനും രസമുള്ളതെന്നാണ് കൂടുതലും പറഞ്ഞിട്ടുള്ളത്, എനിക്കും തോന്നിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ഞാൻ ഇതുവരെ അങ്ങനെ ലൈറ്റ് കളേഴ്സ് ഞാൻ അപ്രോച്ച് ചെയ്തിട്ടില്ല. പിന്നെയും ഞാൻ ഇങ്ങനെ കുർത്താസൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ബട്ട് ഞാൻ ഇതുവരെ സാരി അങ്ങനത്തെ സംഭവമൊന്നും ഞാൻ ഡാർക്ക് കളർ അല്ലാണ്ട് ലൈറ്റ് കളേഴ്സിലേക്ക് പോയിട്ടില്ല. പക്ഷെ എനിക്കിപ്പം ഒരാഗ്രഹമുണ്ട് കുറച്ചൊന്നും അതൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് കുറച്ച് പേസ്റ്റൽ കളേഴ്സൊക്കെ എടുക്കണം എന്നുള്ളത്. പിന്നെ ഇപ്പം ആരെങ്കിലും കസിൻസിൻ്റെ ആരെങ്കിലും ഒക്കെ കല്യാണം വരുമ്പോൾ എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എങ്ങനെ ഉണ്ടാവും സംഭവം എന്നുള്ളത്. അപ്പോൾ എന്തായാലും അതിൻ്റെ വഴിക്ക് ഞാൻ എന്തായാലും അപ്പം കാണിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത കുർത്ത കാണാം. ആൻഡ് തേർഡ് വൺ വന്നിട്ട് ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഒരു പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്ന കളറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം ഓപ്പൺ ആക്കട്ടെ, സിൽക്കി സൗണ്ട് വരുന്നുണ്ട്. ഓ ദിസ് ക്ലോത്ത് നൈസാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓ ദിസ് ഈസ് പ്രോപ്പർ ചിക്കൻ കാരി. ഇത് കംപ്ലീറ്റ് വേറെ വർക്കോ കാര്യമോ ഒന്നും വരുന്നില്ല, വേറെ കളർ ഷെയ്ഡ് വരുന്നില്ല. ഓ
ഇത് ഞാൻ ഇതിൽ കാണിക്കുമ്പോൾ കുറച്ചും കൂടെ ലൈറ്റായിട്ട് നിങ്ങൾക്ക് കാണുന്നതെന്ന് തോന്നുന്നു, എൻ്റെ ആ ഒരു ലൈറ്റ് എഫക്റ്റ് ഉള്ളതുകൊണ്ട്. ബട്ട് ദിസ് ഇസ് ശരിക്കും നമ്മുടെ പിസ്ത ഗ്രീൻ, വേറെ ഒന്നുമില്ല. ഇതിൽ കുറച്ചും കൂടെ ലൈറ്റായിട്ടാണ് കാണുന്നത്, അതിൽ കാണുന്നതിനേക്കാളും കുറച്ചൊരു ഡാർക്ക് കളർ ഉണ്ട്. അതുപോലെ അതിനേക്കാളും ഡാർക്കറാണ് ഇത്. ഞാൻ എൻ്റെ ലൈറ്റ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഇപ്പം കുറച്ചും കൂടി കുഴപ്പമില്ലാന്ന് തോന്നുന്നു എനിക്ക്. അപ്പോൾ ഇത് കുറച്ചൊരു ലൈറ്റ് കളർ ആൻഡ് ദിസ് ഇസ് സംതിങ് അതിനേക്കാളും കുറച്ചൊരു ഡാർക്കാണ് വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ക്ലോത്ത് ഒന്നും എനിക്ക് പറയാനില്ല, അടിപൊളി ക്ലോത്താണ്. ഈ ഒരു മെറ്റീരിയലാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു മെറ്റീരിയലാണ് എനിക്ക് വേണ്ടത്. ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ സൈഡിൽ വേറെ ഏത് ഫോട്ടോ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഒരു ചെറിയ നമ്മുടെ ഇതിൻ്റെ ഒരു ഫ്ലവറിൻ്റെ പ്രിന്റ് പോലെ മൊത്തമായിട്ട് വരുന്നുണ്ട് അവിടെ ഇവിടെ ആയിട്ട്. പിന്നെ താഴെ വരുന്നത് ഈ ഒരു പ്രിന്റാണ്, കണ്ടില്ലേ? ഈ ഒരു പ്രിന്റ് വരുന്നുണ്ട്. ആൻഡ് നമുക്ക് കയ്യിൽ ചെറിയൊരു ബോർഡർ സംഭവം വരുന്നുണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിനിപ്പോൾ ഞാൻ ഏത് ലെഗിന് ഇടും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വൈറ്റിൻ്റെ കൂടെ ഓക്കെ ആയിരിക്കും, ബട്ട് ഐ തിങ്ക് ഇത് കുറച്ചും കൂടെ നന്നാവും. ഒരു ക്രീം കുറച്ചും കൂടെ നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നു. ക്രീമല്ല, ഒരു ഓഫ് വൈറ്റ് കളർ. ഞാൻ പറഞ്ഞ പോലെ പെൻസിൽ ടോപ്പ്, നമ്മുടെ ഒരു ആങ്കിൾ ലെങ്ത് ക്രോപ്പ് പാൻ്റ് ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. വൈറ്റിനേക്കാളും കുറച്ചും കൂടെ എനിക്കൊന്ന് ഇമാജിൻ ചെയ്യുമ്പം ഒരു ഓഫ് വൈറ്റ് ആണ് എനിക്ക് കുറച്ച് പ്രിഫറബിൾ ആയിട്ട് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ ഈ ഒരു ഡാർക്ക്, ഇതിൻ്റെ ഈ ഒരു ഡാർക്ക് ത്രെഡിൻ്റെ കളറ് ഗ്രീനും പോകുമെന്നാണ് തോന്നുന്നത്. അത് രണ്ടും ഓക്കെ ആയിരിക്കും. കാരണം ഇതിൽ വേറെ വർക്കോ കാര്യങ്ങളോ വേറെ കളേഴ്സോ ഒന്നും അവൈലബിൾ അല്ല, ഈ ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതെല്ലാം ആക്ച്വലി പ്രൈസ് റേഞ്ച് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്ന് വെച്ചാൽ പ്രൈസ് എനിക്ക് ശരിക്കും ഓർമ്മയില്ല. ഞാൻ ഇതിപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ വാങ്ങി ഇവിടെ കൊണ്ടുപോയിട്ടിട്ട് ഓർഡർ ചെയ്തിട്ടും കുറച്ച് നാളായി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രൈസ് എനിക്ക് അത്ര ഇങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല. ബൈ ദ വേ, ഇത് ആണ് നമ്മളെ അടുത്ത ഒരു കുർത്ത എന്ന് പറയുന്നത്. ഐ ലവ് ദിസ്. എനിക്ക് ഇതെവിടെയെങ്കിലും ഇപ്പോൾ ഇട്ടിട്ട് പോകാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഇപ്പം എന്തായാലും ഇങ്ങോട്ടും പോകുന്നില്ല. ബട്ട് യാ, ഇറ്റ്സ് ട്രൈ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു തേർഡ് കുർത്ത എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ ലാസ്റ്റ് വണ്ണും ഞാൻ ഇതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ കുറേ ആൾക്കാർ ചിക്കൻ കറി ട്രൈ ചെയ്തിട്ട് കണ്ടിട്ടുള്ള ഒരു കളറാണ്. അപ്പോൾ എനിക്ക് ഈ കളർ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ച് ഞാൻ വാങ്ങിയിട്ടുള്ളതാ. നോക്കട്ടെ. ദിസ് ഈസ് ലൈക്ക് ഞാനിപ്പം ഇട്ട ഈ ഒരു കുർത്ത ഉണ്ടല്ലോ, അതിൻ്റെ പ്ലെയിൻ ഷെയ്ഡാണ് വരുന്നത്. ആൻഡ് ഇത് ഭയങ്കര ഒരു നല്ലൊരു ലാവൻഡർ കളർ വിത്ത് വൈറ്റ് വർക്ക്. ഓ മൈ ഗോഡ്, ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിന് പിന്നെ നമ്മൾ വേറെ ലെഗിൻ നോക്കി പോകേണ്ട ആവശ്യമൊന്നുമില്ല. വൈറ്റ് ഈസ് ഓൾസോ പെർഫെക്റ്റ്. ഇവിടെ ചെറിയ ഡിഫറൻസ് ഉണ്ട്, വർക്കിൻ്റെ കാര്യത്തിൽ ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ഞാൻ സെയിം ആണെന്ന് പറയാൻ കാരണം ഈ ഒരു സൈഡിൽ ഫുള്ളായിട്ട് സ്ലിറ്റിൻ്റെ അടുത്ത് ഈ ഒരു വർക്ക് വരുന്നുണ്ട്. പിന്നെ ബോഡി ഫുള്ള് ഇങ്ങനെ ചെറിയ ചെറിയ പൂവിൻ്റെ വർക്ക് വരുന്നുണ്ട്. ആൻഡ് താഴെ ഇങ്ങനത്തെ ഒരു വർക്കും ഫുള്ളായിട്ട് വരുന്നുണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആക്ച്വലി. ഐ ലവ് ഇറ്റ്. ഈ ഒരു കളർ ഞാൻ കുറേ നാളായിട്ട് നോക്കി വെക്കുന്ന ഒരു കളർ കേട്ടോ. എപ്പോഴും ഞാൻ ഇടണം അല്ലെങ്കിൽ വാങ്ങിക്കണം എന്ന് ആഗ്രഹിച്ച് വെക്കുന്ന ഒരു കളറാണ്. കാരണം ഈയിടെ ഒരു സമയത്ത് ഈ പേസ്റ്റൽ ഷെയ്ഡ്സ് ഒക്കെ ട്രെൻഡിങ് ആയ ടൈമിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കളറായിരുന്നു. എനിക്ക് ലൈറ്റിലൊക്കെ വെക്കുമ്പോൾ ഭംഗിയുണ്ട് ആക്ച്വലി. ഈ ഒരു കളറ് എനിക്ക് ഫേസിന് മാച്ച് ആകുന്ന പോലെ ഉണ്ട്. ബട്ട് ഡേ ലൈറ്റിൽ നോക്കുമ്പം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ എന്നിട്ട് ഈ ഒരു കളർ എനിക്ക് സാരിയൊക്കെ വാങ്ങിച്ചിട്ടിട്ട് നോക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് വേറെ ഫംഗ്ഷനോ കാര്യമോ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വന്നിട്ടുണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജും കാര്യമൊക്കെ ആയിരുന്നു. പക്ഷെ അതിന് ഞാൻ അമ്മേൻ്റെ സാരിയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഞാനത് നിങ്ങൾക്ക് വീഡിയോ എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ അറിയായിരിക്കും. ഞാൻ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പം ആരുടെയെങ്കിലും വേറെ കല്യാണം അങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉള്ള ഒരു കൈൻഡ് ഓഫ് കളറായത്. ഞാൻ കല്യാണം വരുമ്പം എപ്പോഴും വേറെ എന്തെങ്കിലും മോഡലായിട്ട് ട്രൈ ചെയ്യണം സംഭവം എന്ന് ഞാൻ വിചാരിക്കും.
പക്ഷേ നമുക്കൊരു ഹിന്ദു വെഡിങ് സംഭവം എന്ന് പറയുമ്പോൾ എപ്പോഴും പെട്ടെന്ന് മൈൻഡിൽ വരുമോ സാരി മാത്രമാണല്ലോ. അപ്പം ഞാൻ എന്തെങ്കിലും ലഹങ്ക പോലെ എന്തെങ്കിലും ട്രൈ ചെയ്യണം എന്ന് എൻ്റെ മൈൻഡിൽ ഉണ്ടാവും. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ ഈ ലഹങ്കയൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ടൈമിൽ മാത്രമല്ലേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. റീയൂസ് ചെയ്യാന്ന് പറയുന്ന ഒക്കേഷൻസ് നമുക്ക് ഭയങ്കരമായിട്ട് കുറവായിരിക്കും. അപ്പം എങ്ങനെ തിങ്ക് ചെയ്യും നമ്മളപ്പം അതെല്ലാം ചെയ്ത് വെച്ചിട്ട് പിന്നെ വെറുതെ പൈസയും കളഞ്ഞ് അതെല്ലാം അവിടെ അങ്ങനെ കുറേ സംഭവം ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ പണ്ട് ചെറുതായിരുന്നപ്പോൾ നമ്മുടെ ഈ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് കസിൻസിൻ്റെ കല്യാണമൊക്കെ വരുമ്പം വേറെ വെറൈറ്റീസ് ഓഫ് ഡ്രസ്സൊക്കെ ട്രൈ ചെയ്ത് പോവും. പക്ഷെ അത് അതുപോലെ തന്നെ അൽമാരിയിൽ വെക്കും. പക്ഷെ നമുക്ക് സാരി എപ്പോഴും അങ്ങനെയല്ലല്ലോ. എന്തെങ്കിലും ഒരു ഒക്കേഷൻ വരുമ്പോൾ നമുക്ക് മാറി 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 ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം. അങ്ങനെ ആയതുകൊണ്ട് തന്നെ അയ്യോ നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറിപ്പോയി. അപ്പോൾ ഞാൻ ഇനിയൊരു പരിപാടി വരുമ്പം എന്തെങ്കിലും ഒരു പേസ്റ്റൽ ഷെയ്ഡ് സാരി ട്രൈ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഭയങ്കര പട്ടുസാരീൻ്റെ ഫാനാണ്. പട്ടുസാരി എന്നല്ല, കണ്ടിട്ട് ഭയങ്കര ഒരു യുണീക്ക് ഫീൽ തോന്നുന്ന സാരീസ് എനിക്ക് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പിന്നെ നമ്മുടെ ഹിന്ദു വെഡിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു കാറ്റഗറിയിൽ വരുമ്പോൾ എനിക്ക് എപ്പോഴും നല്ല പട്ടുസാരിയൊക്കെ ഇട്ട് പൂവൊക്കെ വെച്ച് പോകുന്നതിനോടാണ് താല്പര്യം. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പം എനിക്ക് പേസ്റ്റൽ ഷെയ്ഡ്സ് വാങ്ങിക്കണം എന്നാണ് ആഗ്രഹം എന്നുള്ള കാര്യമാണ്. മുന്നേ ഒന്നും എൻ്റെ അടുത്ത് ഇപ്പോൾ ഉള്ളതാണെങ്കിലും എൻ്റെ കയ്യിൽ ലൈറ്റ് ഷെയ്ഡ്സ് ഉള്ള സാരി ഭയങ്കര കുറവാണ്. ഒന്നാമത് എൻ്റെ കയ്യിൽ സാരീസ് ഭയങ്കര കുറവാണ്. ഞാൻ അങ്ങനെ ഭയങ്കര സാരി വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആളല്ല. ഒക്കേഷൻ എന്തെങ്കിലും അത്രയും നിർബന്ധമായിട്ടുള്ള ഒക്കേഷൻ ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ കല്യാണം അങ്ങനെ എന്തെങ്കിലും വരുമ്പോഴാണ് ഞാൻ കൂടുതലും സാരി വാങ്ങിക്കുകയോ അല്ലെങ്കിൽ ഉപയോഗിക്കുകയോ ചെയ്യുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ സെറ്റ് സാരി എന്നല്ലാതെ അങ്ങനെ നോർമൽ റേഞ്ച് സാരീസും ഞാൻ ഇതുവരെ ഉടുത്തിട്ടില്ല. ഒരു ഡെയിലി ലൈഫിൽ ഞാൻ ഉടുക്കാറില്ല. അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഭയങ്കര കുറവാണ്. ഞാൻ എന്തായാലും എൻ്റെ സാരി കളക്ഷൻ വീഡിയോ ഞാൻ ഒട്ടും വൈകാതെ ഞാൻ ചെയ്യാം. പ്രശ്നം എന്താ വെച്ചാൽ സാരി മൊത്തം വീട്ടിലായിരിക്കുന്നത്. ഒന്ന് എൻ്റെ വീട്ടിലും പിന്നെ നമ്മളെ വീട്ടിലും ആണ് ഇരിക്കുന്നത്. അതുകൊണ്ട് രണ്ടും രണ്ട് സൈഡിലായതുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റാത്തത്. എന്തായാലും ഞാൻ ചെയ്യാം. ഭയങ്കരമായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കൊന്നും വേണ്ട. ഒരു നോർമൽ കുറച്ച് സാരീസ് എൻ്റെ കയ്യിലുള്ളത് ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാം കുറേ പാറ്റേൺസ് ഉണ്ട്. ഇപ്പം ഫാൻസി ടൈപ്പ് ഡ്രസ്സ് സാരി ആണെങ്കിലും വേറെ നമ്മുടെ ജോർജറ്റ് സംഭവമാണെങ്കിലും പട്ട് സാരി ആണെങ്കിലും ക്രേപ്പ് ആണെങ്കിലും എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ എല്ലാം ഡാർക്ക് കളേഴ്സാണ്. അതാണ് പ്രശ്നം. ലൈറ്റ് കളർ എൻ്റെ കയ്യിലുള്ളത് ഒന്നങ്ങാണ്ട് നമ്മുടെ സൽക്കാര സാരി കല്യാണത്തിൻ്റെ ടൈമിലുള്ള ഒരു സാരിയാണ്. അത് ഞാൻ 2-3 തവണയൊക്കെ ഇട്ടിട്ടുണ്ട്. വേറെ എൻ്റെ അടുത്ത് അങ്ങനെ ഡാർക്ക് കളേഴ്സ് മാത്രമേ ഉള്ളൂ. ലൈറ്റ് കളേഴ്സ് ഒന്നും അവൈലബിൾ അല്ല. അപ്പം അതാണ് ഞാൻ എവിടെയോ നമ്മുടെ വിഷയത്തിൽ നല്ല തെന്നിമാറി എങ്ങോട്ടല്ലോ പോയി. അപ്പോൾ ഇതാണ് എൻ്റെ ലാസ്റ്റ് കുർത്ത എന്ന് പറയുന്ന സംഭവം വന്നിട്ടുള്ളത്. ഇത്രയും കുർത്താസാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ആൻഡ് ഞാൻ കുർത്ത സെറ്റ് വാങ്ങണമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ആമസോണിൽ കുറേ ഇങ്ങനെ തപ്പി നോക്കിയപ്പോൾ കുർത്ത സെറ്റ് എനിക്ക് കണ്ടില്ല. പിന്നെ ഞാൻ മിന്ത്രയിൽ ഞാൻ തപ്പിയപ്പോൾ കുർത്ത സെറ്റ്സ് വരുന്ന ചിക്കൻകാരിക്കൊക്കെ നല്ല റേറ്റ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1000, 3000, 2000 ഒക്കെ വരുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു ഡ്രസ്സ് അത്രയും റേറ്റിൽ വാങ്ങിക്കുമ്പോൾ എനിക്ക് ഒന്നല്ലേ വാങ്ങാൻ പറ്റൂ. ഞാൻ എപ്പോഴും 3000 രൂപയുടെ ഡ്രസ്സാണെങ്കിൽ അതെങ്ങനെ എനിക്ക് 3000-ൻ്റെ ഒന്ന് എങ്ങനെ 3 ആക്കിയിട്ട് വാങ്ങിക്കുക എന്നാണ് ഞാൻ ചിന്തിക്കാറുള്ളത്. അത് പിശുക്കാന്ന് വേണമെങ്കിൽ പറയാം. പിശുക്കായതുകൊണ്ടല്ല, പക്ഷെ അത്രയും എക്സ്പെൻസീവ് ആയിട്ട് ഒരു ഡ്രസ്സ് പെട്ടെന്ന് വാങ്ങിക്കുക എന്നുള്ളത് എനിക്ക് അത്ര ഓക്കെ ആയിട്ടുള്ള കാര്യമല്ല. ഇപ്പം എന്നല്ല, ഞാൻ ആദ്യമേ അങ്ങനെ തന്നെയാണ്. കുട്ടപ്പനാണെങ്കിൽ ഇവിടെ എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ ആളുടെ കയ്യിൽ ഫുള്ള് ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ബ്രാൻഡ് എൻ്റെ അടുത്ത് ഭയങ്കര കുറവാണ് ബ്രാൻഡഡ് സാധനങ്ങൾ. അപ്പം ഞാൻ ആ ബ്രാൻഡിൻ്റെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പോൾ ഒരു 10,000 രൂപയുടെ ഡ്രസ്സാണ്. ഓക്കെ, 10,000 രൂപയുണ്ടെങ്കിൽ എനിക്ക് എത്ര വേറെ ഡ്രസ്സ് വാങ്ങിക്കാം എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുക. ഞാൻ അങ്ങനെ തന്നെയാണ് വാങ്ങിക്കുകയും ചെയ്യാറുള്ളത്. അപ്പം എന്നെ എപ്പോഴും കളിയാക്കും. ഇറ്റ്സ് ഓക്കെ, നമ്മൾ ഓരോ ആൾക്കാർ ഓരോ സ്വഭാവമാണുള്ളല്ലേ. അതുപോലെ തന്നെ ഷൂസിൻ്റെ കാര്യമാണെങ്കിലും ബാഗിൻ്റെ കാര്യമാണെങ്കിലും എല്ലാം. പിന്നെയും എനിക്കിപ്പം കുറച്ചും കൂടെ ബാഗ്സ് ഒബ്സസ്ഡ് ആയിട്ട് വരുന്നുണ്ട്. കുറച്ച് ബ്രാൻഡഡ് സാധനങ്ങൾ വാങ്ങിക്കണം എന്നുണ്ട്. വാങ്ങിക്കാം, വഴിയെ നമുക്ക് എല്ലാം കാണാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു നമ്മുടെ കുർത്ത ഹോളിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വളരെ കുഞ്ഞു വീഡിയോ ആണ്. ഞാൻ ഇതെല്ലാം അൺബോക്സ് ചെയ്യുമ്പോൾ നിങ്ങളിത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ഇതുപോലെ തന്നെ പിന്നെയും മുന്നോട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. എന്താ വെച്ചാൽ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.